നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ തന്നെ കുങ്കിയാന വിക്രം മാനന്തവാടിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. വിക്രം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നമുക്കറിയാം അരിക്കൊമ്പന് പൂട്ടിയ വിക്രമാണ്, കുങ്കിയാനയാണ്. ഒരു കാലത്ത് വയനാടിനെ വിറപ്പിച്ച ആനയായിരുന്നു. അപ്പം വിക്രം വരുന്നു. ഈ കാട്ടുകൊമ്പനെ, ഈ കർണാടകയിൽ നിന്ന് എത്തിയ ഈ ഒറ്റയാനെ തളയ്ക്കാൻ കുങ്കിയാനകൾ എത്തുകയാണ്. വിക്രം വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. മയക്കുവെടി വെക്കാൻ തന്നെയാണ് എന്തായാലും തീരുമാനം. മയക്കുവെടി വെച്ചതിന് ശേഷം ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക, തിരികെ ബന്ദിപ്പൂരിലേക്ക്, കർണാടകയിലേക്ക് തന്നെ ആയിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. കമൽ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ റാഷിദ് എന്ന ഒരാൾ നമ്മുടെ കൂടെ കുറെ നേരമായി നിൽക്കുന്നു. ആ വിഷ്വലാണ് കാണുന്നത്. റാഷിദിന് 2 കുതിരകളുണ്ട്. ആ കുതിരകളെ ആന കുതിരയുടെ അടുത്തുകൂടി വന്നപ്പോൾ കുതിരകൾ ഓടിപ്പോയി. അതാണ് റാഷിദ് പറയുന്നുണ്ടായിരുന്നത്. അതെ, രാവിലെ ഇത് ചാമാടിപ്പൊയിൽ ഭാഗത്തേക്ക് വന്നിനായിരുന്നു. അപ്പോൾ നമ്മൾ കുതിരനെ കെട്ടിടുന്ന ആലയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ കുതിര ഈ ആനനെ കണ്ടിട്ട് പേടിച്ചിട്ട് ഓടി. ടയർ പൊട്ടിച്ചോടി. 2 ഓടി. എന്നിട്ട് എവിടുന്ന കിട്ടിയത്? അത് കുറേ അപ്പുറത്തുനിന്ന് വേറൊരു തോട്ടത്തുനിന്ന് കിട്ടിയ 2 നിങ്ങൾ ആനേനെ കണ്ടോ രാവിലെ? രാവിലെ കണ്ട്. ഈ എടവക പഞ്ചായത്തിലൂടെ വന്നപ്പോഴാണ് ഈ ചാമാടിപ്പൊയിലിൽ എത്തി റാഷിദിന്റെ കുതിരകളെയൊക്കെ ആന പേടിപ്പിച്ചത്. എന്തായാലും അപകടമൊന്നും ഉണ്ടായില്ല. കുതിര കയറ് പൊട്ടിച്ച് ഓടിപ്പോയി. 2 കുതിരകളെ വളർത്തുന്നുണ്ട്. ഹോഴ്സ് റൈഡറാണ് റാഷിദ്. എന്തായാലും ആന ഇപ്പോഴും ആ സ്ഥലത്ത് തന്നെ തുടരുകയാണ്. ആര്യ വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. കുറച്ചുകൂടി ടൗണിന്റെ ഭാഗത്തേക്ക് ആന നീങ്ങിയിട്ടുണ്ട്. മയക്കുവെടി വെക്കാനുള്ള തീരുമാനം തന്നെയാണ്. കുങ്കിയാന വിക്രം ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. എന്തായാലും ആന അല്പസമയം മയങ്ങുകയായിരുന്നു. അവിടെ നിന്ന് ഉണർന്ന് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു.